ഹലോ ഡിയേഴ്സ്, അപ്പോൾ നിങ്ങളിത് തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഫിസിക്സ് സ്റ്റഡി വ്ലോഗ് പ്ലസ് ടിപ്സിന്റെ വീഡിയോ ആട്ടോ. സംഭവം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഫിസിക്സിന്റെ സ്റ്റഡി ടിപ്സ് പറയാനായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്, നമ്മുടെ ഫിസിക്സിന്റെ സ്റ്റഡി ടിപ്സ്. ഞാൻ ആണെങ്കിൽ രാവിലെ ഒരു 7 മണിക്കൊക്കെ ആയിരുന്നു കേട്ടോ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീറ്റ് ഫിസിക്സിന്റെ ക്ലാസ് ആയിരുന്നു കാണാനായിട്ട് ഉണ്ടായിരുന്നത്. ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. എന്ന് വെച്ചാൽ ആ ചാപ്റ്ററുടെ ലാസ്റ്റ് ഭാഗം ോ ഇതോടെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാം വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് ക്യാമറ സെറ്റ് ആക്കിയപ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ട് ചാടി സ്റ്റഡി ടേബിളിന്റെ മുകളിലോട്ട് കയറി. വീഡിയോ സെറ്റ് ആക്കിയപ്പോഴേക്കും സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന പോലെയാണ് ചാടി ഹീറോയിൻ പോലെ കയറിയിട്ടുണ്ടായിരുന്നത്. അനുസരണയുള്ള കാരണം പറഞ്ഞപ്പോ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ സ്റ്റഡി ടൈം അങ്ങോട്ട് തുടങ്ങി. അപ്പൊ രാവിലെയാണ് പഠിക്കാൻ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുത്തത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ഫോണിലാണ് ഞാൻ ക്ലാസ് കാണാറ്. സോ നമുക്ക് ക്ലാസിന്റെ വീഡിയോ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ കുറെ ഡയഗ്രാംസ് ഒക്കെ വരച്ചു നോക്കാനുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വെറുതെ അതൊക്കെ ഒന്ന് വരച്ചു നോക്കാം, പിന്നെ നിങ്ങൾക്ക് ടിപ്സും കൂടി പറഞ്ഞു തരാമല്ലോ. അങ്ങനെ വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഇപ്പോൾ വീഡിയോ എടുക്കാൻ മടി കൂടിക്കൂടി വരെയാണ്. വേറൊന്നല്ല, കാരണം നിങ്ങൾ കാണുന്ന പോലെയല്ല. ഞാൻ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ ഒരു കസേരയുടെ മുകളിൽ എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞി ട്രൈപോഡ് ഉണ്ട്. ആ ട്രൈപോഡിൽ ഫോൺ ചാരി വെച്ചിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ സെറ്റ് ആക്കുന്നത്. ഈ കഷ്ടപ്പാട് മാറാനായിട്ട് ഞാൻ ഓൺലൈനിൽ ഒരു വലിയ ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ ട്രൈപോഡും കൂടി കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ വീഡിയോസ് ഒക്കെ നമുക്ക് നല്ല സെറ്റ് ആയിട്ട് എടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ആംഗിൾ മാത്രമല്ലേ എടുക്കാൻ പറ്റുന്നുള്ളൂ, പക്ഷേ ആ ഒരു ട്രൈപോഡ് കിട്ടിക്കഴിയുമ്പോൾ നല്ല സെറ്റ് ആയിട്ട് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് പടങ്ങൾ വരച്ചു നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഡയഗ്രാംസേ അതായിരുന്നു ഇന്നത്തെ വിഷയം. ഫുള്ള് ഞാൻ അത് തന്നെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാമിനറിന്റെ ഗൈഡ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തായാലും ഇനി ഞാൻ ടിപ്സുകൾ പറഞ്ഞുതരാം. മെയിൻ ആയിട്ട് ഫിസിക്സിലെ കോൺസെപ്റ്റ് ആണ് താരം. കോൺസെപ്റ്റ് അറിയാണ്ട് വെറുതെ കാണാപ്പാടം പഠിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്സ് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ വെറുതെ കാണാപ്പാടം പഠിക്കാതെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ സംഭവിക്കുന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നും. രണ്ടാമതായിട്ട് ഡയഗ്രാമുകളൊക്കെ വരച്ച് പഠിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ഡയഗ്രാംസ് ആണ് വരച്ച് പഠിക്കുന്നത്. ഇപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ലെൻസസിന്റെ കുറച്ച് പാഠത്തിൽ കുറേ ഡയഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് വരച്ച് നോക്കുന്നത്. ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ലെൻസസിന്റെ കേസ് മാത്രമല്ല ഉള്ളത്. നമുക്ക് ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രാംസ് വരക്കാം. അങ്ങനത്തെ കുറേ ടൈപ്പ് സംഭവങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. പഠിക്കാൻ മടിയുള്ളവർ അറ്റ്ലീസ്റ്റ് പടമെങ്കിലും വരച്ച് പഠിച്ചു വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വേറെ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് എല്ലാത്തിന്റെയും യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അപ്പോൾ മൂന്നാമതായിട്ട് എല്ലാത്തിന്റെയും യൂണിറ്റ് ഒന്ന് ചെറുതാക്കി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എല്ലാത്തിന്റെയും അതേപടി പഠിക്കണം എന്നില്ല. ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഓരോത്തിന്റെ ഡിറൈവേഷൻ ഒരു കഥ പോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അത് വലിയ നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒന്ന് പഠിച്ചു വെച്ചത് നല്ലതാണ്. പിന്നെ ഒരു ബുക്കൊന്നും വേണ്ട, ഒരു പേജ് എങ്കിലും എടുത്തിട്ട് ആ ഫോർമുല ഒന്ന് എഴുതിയിട്ട് അങ്ങോട്ട് വെക്കുക. എല്ലാ ഫോർമുലകളും ഒരു പേപ്പറിൽ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഫിസിക്സ് പഠിക്കണമെങ്കിൽ കുറച്ചധികം തന്നെ മാത്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്സിൽ നമ്മുടെ ടിപ്സിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും പോയി കണ്ടിട്ട് മാത്സ് കുറച്ചങ്ങ് പഠിക്കാം. അല്ല, ഒരുപാടൊന്നും വേണ്ട. ഒരു സബ്ട്രാക്ഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പഠിച്ചു വെച്ചാൽ. പിന്നെ ഫിസിക്സിൽ നമുക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു കാര്യമാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ളത്. അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ നേരവും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് സെറ്റായിട്ട് കിട്ടും. ഫസ്റ്റ് തന്നെ ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളെങ്കിലും എടുത്തെഴുതുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനുള്ള മാർക്കെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഫോർമുലയിൽ ആ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഫോർമുലാസ് പഠിച്ചു വെക്കണം എന്ന്, ആ ഫോർമുലയിലേക്ക് ഈ സാധനങ്ങൾ എങ്ങനെ ചേരും എന്ന് നോക്കിയിട്ട് അതിനകത്ത് ചേർത്തിട്ടിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാനുള്ള വേറൊരു ഐഡിയ ആണ് ഗ്രാഫെങ്കിലും നല്ലപോലെ പഠിച്ചു വെക്കുക. അതൊക്കെയെങ്കിലും നിങ്ങൾക്ക് കൗതുകം ഉണ്ടാവും. കാരണം ഗ്രാഫ് വരക്കാൻ കുറച്ച് രസമല്ലേ എന്ന് വിചാരിച്ച് അതെങ്കിലും ചെയ്യുക. നമ്മളൊരു ആൻസർ എഴുതിയിട്ട് അത് ശരിയാണെന്നുള്ള രീതിയിലിരിക്കാതെ അതൊന്നും കൂടി നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടിപ്പ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഫിസിക്സിനെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ട് വേണം പഠിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇനേഷ്യ ഓഫ് മോഷൻ, ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്നൊക്കെ നമ്മൾ 8ലും 9ലൊക്കെ പഠിച്ചു. അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോൾ ബസ്സിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് എന്നും ഓർമ്മ ഉണ്ടാവും. അതുപോലെ നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള ഒരു രീതിയിൽ പഠിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ലെൻസസിന്റെ ചാപ്റ്റർ ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്തേക്ക് റേ ഡയഗ്രാമുകളൊന്ന് പഠിച്ചു വെക്കുക. എന്ന് വെച്ചാൽ കോൺവെക്സ് ലെൻസിൽ പോകുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു റേ ഡയഗ്രാം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓരോരോ ലോസുകളൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അവർ പറയുന്ന അതേ രീതിയിൽ എഴുതണം എന്നൊന്നുമില്ല. ആ ഒരു കോൺസെപ്റ്റ് അതായത് ഞാൻ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതേപോലെ ഈ 10ാം ക്ലാസ്സിലെ ഫിസിക്സിന് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. ഇപ്പോൾ പവറിന് വാട്ട്, റെസിസ്റ്റൻസ്
ഡിസ്റ്റൻസിന് ഓം, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ. നിങ്ങളെ പോലെ തന്നെ എനിക്കുള്ള ഒരു പ്രശ്നമാണ്, വലിയ ആരം പോലെ ഈ ഒരു യൂണിറ്റ്സ് ഒക്കെ പഠിച്ചു ചെല്ലുമ്പോൾ പരീക്ഷയ്ക്ക് ചെന്നിട്ട് അവിയല് രൂപത്തിലായി പോവും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കുഴഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ആണ്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയാം. ഫിസിക്സിൽ കണക്കുകൾ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിൽ തന്നേക്കുന്നതെങ്കിലും എടുത്തെഴുതുക. നിങ്ങൾ വിചാരിക്കും ഈ ചോദ്യ പേപ്പറിലുള്ളത് എടുത്തെഴുതിയിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണെന്ന്. എന്നാൽ നിങ്ങൾ ജയിക്കുകയെങ്കിലും ചെയ്യും, അത് ഞാൻ തന്നെ ഗ്യാരണ്ടി ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ എടുത്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെങ്കിലും പോകാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എടുത്തെഴുതുമ്പോൾ തന്നെ നമ്മുടെ പകുതിയോളം കാര്യങ്ങൾ തീർന്നു കിട്ടും. പിന്നെ ബാക്കി പകുതികൾ നമ്മൾ ഫോർമുലാസും എല്ലാം ഇട്ടിട്ട് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. എനിക്ക് ഇത്രയൊക്കെ ടിപ്സുകളെ അറിയുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പോൾ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. അല്ലടാ, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തത് നമ്മളിപ്പോൾ തന്നെ 3.8K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ 3800 പേരുള്ള ഒരു കൊച്ചു യൂട്യൂബ് ഫാമിലി. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസിന് എനിക്ക് ഇത്രയും സപ്പോർട്ട് തരുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഇനി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ട്രൈപോഡും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസൊക്കെ സെറ്റായിട്ട് ഞാൻ അപ്ലോഡ് ആക്കാം കേട്ടോ. ഇന്നാണെങ്കിൽ എനിക്ക് സ്കൂളിൽ ഒരു പരിപാടിക്ക് പോകാനുണ്ട്, അതിനായിട്ടുള്ള സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. സംഭവം വേറൊന്നല്ല, നമ്മുടെ സൈലം ഇല്ലേ, ആ സൈലം ടീച്ചിങ് സെന്ററിന്റെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പും ഉണ്ട്, അതിൻ്റെ ഇടയിൽ വീഡിയോ എഡിറ്റും ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തായാലും പറ്റുവാണെങ്കിൽ സൈലത്തിന്റെ ആ ഒരു മീറ്റിങ്ങിന് പോയേക്കുന്നുള്ള എല്ലാ ഞാൻ വീഡിയോസും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നുവെച്ചാൽ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ആക്കാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് ഇഷ്ടം എന്നൊന്ന് പറയണേ, കാരണം എനിക്ക് എങ്ങനത്തെ വീഡിയോസ് ഇടണമെന്ന് ഭയങ്കര സംശയമാണ്. കാരണം എല്ലാവരും പല പല വീഡിയോസ് പറയുന്ന കാരണം എനിക്ക് ഏത് അപ്ലോഡ് ചെയ്യണമെന്ന് സംശയമാവും. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തെല്ലാം വെച്ചിട്ട് ഞാൻ രാത്രി ഒരു പോളായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ടൈമും കൂടി ഒന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യണേ, കാരണം എനിക്ക് എപ്പോഴാണ് നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കാണാൻ തയ്യാറായിട്ടുള്ളത് എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഒരു ടൈം ഇല്ലാതെയാണ് പോകുന്നത്, രാവിലെ ഉച്ചക്ക് രാത്രി അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പറഞ്ഞു തന്നാൽ ആ ഒരു ടൈമിൽ അപ്ലോഡ് ആക്കാൻ നോക്കാം. എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ആക്കാൻ പറ്റും എന്നല്ല പറയുന്നത്, പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ചോദിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരവും കൂടി ഒന്ന് പറഞ്ഞു തന്നെ. എന്തായാലും പറഞ്ഞു വേറെ സ്ഥലത്ത് എത്തിപ്പോയി. എന്തായാലും തിരിച്ചു വരാം. ഞാനിപ്പോൾ ഫിസിക്സിന്റെ ഡയഗ്രാംസ് ഒക്കെ വരച്ച് നോക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു, കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസ് ആ ഒരു സംഭവങ്ങളാണ് വരച്ചു നോക്കുന്നത്. അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ വരച്ചു നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വരക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും നാൾ നിങ്ങൾ എൻ്റെ കൈ പ്ലാസ്റ്റർ ഇട്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇന്നലെ അഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും കൂടി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് നീട്ടി വെച്ചിരുന്ന ഒരു വരക്കലാണ് ഇന്ന് വരച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതൊക്കെയായിരുന്നു എൻ്റെ ഫിസിക്സ് ടിപ്സ് ആൻഡ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ഇത്രയും സ്റ്റഡി ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂലേ? അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു കമൻറ്റും കൂടി അങ്ങോട്ട് ഇട്ടുതരാം. പിന്നെ എല്ലാവരുടെയും സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഇത്തവണ സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട് അങ്ങനെ എറണാകുളത്തോട്ടൊന്നും പോകുന്നില്ല, അത് കാരണമാണ് ഇത്ര നേരത്തെ ഒന്നും വീഡിയോസ് അപ്ലോഡ് ആക്കാത്തത്. എന്തായാലും ഉടനെ തന്നെ ഒരു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ് പ്രതീക്ഷിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.